സിനിമ കണ്ടു കഴിഞ്ഞ് ഇവരെല്ലാരും എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോണ്ടല്ലോ ഞാനോ സിനിമയുടെ ഭാഗമായോ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ ഒരു ഡൗട്ട്. അങ്ങനെ നീ സംശയിക്കാൻ വേണ്ട, ഭാവിയിൽ സംശയിക്കേണ്ട അവസ്ഥയും വരില്ല. താങ്ക്സ് റാ, അതെനിക്ക് അറിഞ്ഞാ മതി. എൻജോയ് ചെയ്തില്ലേ ഇന്നത്തെ? അത് അവര് പക്ഷെ പടം റിലീസായില്ല, അത് ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് ഓടി. ഞാൻ സിനിമയെക്കാട്ടിലും മുമ്പ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ മീംസ് ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ട്രോൾ എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ. ജോമനാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ ഏറ്റവും കൂടുതൽ മീം കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഇലക്ഷൻ സമയമാകുമ്പോ ഒരു സാധനം വരും, അതായത് അണ്ണൻ മറ്റേ വെള്ളയും ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം. ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ബാറിലെ സീനാണ് ഇപ്പോഴും. അതുപോലെയാണ് അന്ന് നോബിയുണ്ടത് പോലെയാണ് ഇപ്പൊ ജോമോന്റെ വരുന്നത്. അതെ, അപ്പൊ ഇവർ രണ്ടുപേരും ഫിഗറിലും സെയിം ഇതുള്ളതുകൊണ്ട് കറക്റ്റ് രണ്ട് നമുക്ക് കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവരെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണ്ട കുറെ മീംസും കാര്യങ്ങളും ഒക്കെ, നമുക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ ഇറക്കാൻ, എങ്കിൽ ഇവരെ കൊണ്ട് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇടിപ്പിച്ചാലോ എന്ന് ഞാൻ ഓരോ സിറ്റുവേഷൻസ് പറയുന്നു. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇവര് നമുക്ക് തരുന്നു. എന്ത് പറയുന്നു? നന്നായിരിക്കും. ആദ്യം തന്നെ ജോമോനെ ഒന്ന് കൈയടിച്ച് വാ. ജോമോന് ഞാനൊരു സിറ്റുവേഷൻ തരാം, അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇട്ടാ മതി. ഓക്കെ, തിരിഞ്ഞു. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, പക്ഷെ ആ ഡെഡ് ബോഡിയാണ് ജോമോനെക്കാട്ടിലും നന്നായിട്ട് അഭിനയിച്ചത്. അടുത്ത നമുക്ക് സിജുവിന് കൊടുക്കാം. ഓക്കെ, സിജുവിന് കൊടുക്കാം. സിജു സണ്ണിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് പടത്തിന്റെ നായിക എലീന പടിക്കൽ. ഇത് സിജുവിന്റെ മാത്രം എക്സ്പ്രഷൻ. ഈ ടി വി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മലയാളികളുടെ എക്സ്പ്രഷൻ. ഒരു ദിവസം വരും, എങ്ങനെയായിരിക്കും അറിയോ, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കും. അല്ലല്ല, എലി ഒന്നുകൂടെ പറഞ്ഞത് എന്നിട്ട് എല്ലാവർക്കും എക്സ്പ്രഷൻ ഇടാം. കേരളത്തിലെ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ എലീന പടിക്കൽ. അതിനിടയ്ക്ക് ശ്രീവിദ്യ എന്നെ കണ്ടുപിടിച്ച വേറെ 3 ഭാവങ്ങൾ. സുബിൻ ശാസ്ത്രം ശ്രദ്ധിച്ച പുച്ഛമാണെങ്കിൽ ഒരു കുഞ്ഞു ചിരിയുണ്ടോ ഇവിടെ പുച്ഛത്തില് വന്നിട്ടേ എലീന നോക്കിട്ട് കാര്യം എന്തിനാണ് മറ്റേ സൂര്യ കിടന്ന് സൂര്യ എന്താ സംഭവം? നമ്മുടെ കൂട്ടത്തില് മിമിക്രി കാണിക്കുന്ന ഒരാളുണ്ട്, സുബിൻ. അവൻ സൂര്യയുടെ സൗണ്ട് നല്ലപോലെ എടുക്കും. ഇപ്പൊ എടുക്കാൻ പറഞ്ഞാൽ എടുക്കുമായിരിക്കും. പിന്നെ കോളേജിൽ അല്ലല്ല, വിനയ് ഫോർട്ട്, സൂര്യ, വിനായകൻ. പിന്നെ എല്ലാ സ്റ്റേജിലും ഇവൻ കയറി പറയും ഇതെന്റെ ആദ്യത്തെ പരിപാടിയാണ്. എല്ലാ സ്റ്റേജിലും ഞങ്ങളിപ്പോ എല്ലാ പരിപാടിക്കും ഇതെന്റെ ആദ്യത്തെ പരിപാടിയാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പൊ തന്നെ 100 പ്രാവശ്യമായി. സൂര്യയുടെ സൗണ്ട് നമുക്ക് കേട്ടോ. எவ்வளவு நேரம் என்கிட்ட பேசிக்கிட்டே இருந்து திடீர்னு எனக்கு என்னாச்சு? ஹார்ட் பீட்ஸ் எல்லாமே இருக்கு. உனக்கு ஒண்ணுமே ஆகக்கூடாது. டேய், நீ இருந்தா மட்டும்தான் நான் இருப்பேன். ஐயோ, ஹலோ, யாராலும் கொஞ்சம் ஹெல்ப் பண்ணுங்க. ആരാലും കൊഞ്ചം ഹെൽപ്പ് ചെയ്യണമെന്നൊരു സൗണ്ട് എഞ്ചിനീയർ അത് ഓഫ് ചെയ്യാൻ നല്ലായിരുന്നു. ഇനി ബാക്കി 2 വോയിസ് കൂടെ കേൾക്കാം. വിനയ് ഫോർട്ടിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു കേരളത്തിലെ 75% ആൾക്കാരും ചെയ്യുന്നു. പ്രേമത്തിലാണോ? സ്വാഭാവികം, അത് പറയാനാ എളുപ്പം. ജോർജ് മലർ മിസ്സിനോട് പറയണം, വിമൽ സാർ നന്നായിട്ട് പാടും, വിമൽ സാർ നന്നായിട്ട് ഓടും, വിമൽ സാറിന് ഊട്ടിയിൽ 5 ഏക്കർ സബർജിൽ തോട്ടമുണ്ട്. മുതല വേണ്ട സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് തലയില് മുടിയില്ല. അതും കൂടെ എടാ കൃഷ്ണ, ഞാനാടാ ഗംഗാടാ. പെണ്ണില്ല കള്ളനാന്റെ മോൻ, അവനാണ് എന്നെ ഒറ്റത്. അവനെ ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഇല്ല ആശാനെ, കിടിലൻ ടൂളാണല്ലോ ആശാനെ. പിന്നെ ഞാൻ പോണില്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആശാന്റെ കൂടെ കാണും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷനുള്ള ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇനി ഹിറ്റ് ആവാൻ പോകുന്നത്. പ്രോബബ്ലി ഉടൻ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ കാണാം. ആൻഡ് ദ സിറ്റുവേഷൻ ഇസ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ 100 കോടി ക്ലബിൽ കയറി. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. മറക്കണ്ട, ഇറ്റ്സ് അൺലിമിറ്റഡ് ഫൺ വിത്ത് ദിസ് കോമഡി മാസ്റ്റർ സീയിങ് ബൈ ബൈ, ഗുഡ് നൈറ്റ്.